വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ടു ഡിറ്റക്ട് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഗ്രാഫിക്കൽ മെത്തേഡ്, ഓപ്ഷൻ ബി ക്ലൈൻസ് റൂൾ ഓഫ് തമ്പ്, ഓപ്ഷൻ സി സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ഡി പാർക്ക് ടെസ്റ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്ലൈൻസ് റൂൾ ഓഫ് തമ്പ് ആണ്. ക്ലൈൻസ് റൂൾ ഓഫ് തമ്പ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടികൊളീനിയാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബാക്കി എല്ലാ ഓപ്ഷൻസും ഏതാണ്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് നോക്കാം. അതായത് ഒരു റിഗ്രഷൻ അനാലിസിസ് എടുക്കുമ്പോൾ അതിലത്തെ വാരിയൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അഥവാ അൺഈക്വൽ ആയിട്ടാണ് വാരിയൻസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പ്രസൻസ് ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിക്ക് ഉദാഹരണമാണ്. അതായത് വാരിയൻസ് കോൺസ്റ്റൻ്റ് അല്ല എങ്കിൽ, അൺഈക്വൽ ആണ് എങ്കിൽ എന്താണ്? പ്രസൻസ് ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഈസ് ദർ. അപ്പോൾ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെ ഗ്രാഫ് നോക്കി. ഇവിടെ എന്താണ്? വേരിയൻസ് ഒക്കെ, അതായത് ഒബ്സർവേഷനൊക്കെ അൺഈക്വൽ ആയിട്ടാണ് അല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി റിയൽ വേൾഡ് എക്സാമ്പിൾ എടുക്കുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റിയത് ഫുഡ് എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ രണ്ട് സെക്ഷൻസ് നമുക്ക് എടുക്കാം. ലോവർ ഇൻകം ഗ്രൂപ്പ് എടുക്കാം, ഹയർ ഇൻകം അല്ലെങ്കിൽ വെൽത്തിയർ സെക്ഷൻ എടുക്കാം. അതിൽ ലോവർ ഇൻകം ഗ്രൂപ്പിന് എപ്പോൾ എന്തായിരിക്കും? ഒരു റെസ്ട്രിക്റ്റഡ് ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അതായത് അവരുടെ ബഡ്ജറ്റ് എപ്പോൾ എന്താണ്? ഒരു റെസ്ട്രിക്റ്റഡ് മാനറിലായിരിക്കും പോവുക. അപ്പോൾ മറിച്ച് വെൽത്തിയർ സെക്ഷൻസിന് എടുത്തു കഴിഞ്ഞാലോ അവർക്ക് എന്താണ്? അങ്ങനെ ഫ്യൂ റെസ്ട്രിക്ഷൻസേ അവരുടെ ഫുഡ് എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുണ്ടാവുള്ളൂ. കാരണം അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ്? അവർക്ക് ഡിഫറെൻറ്റ് ഫുഡ് ആക്സസ് ലഭിക്കും. അപ്പോൾ എന്താണ്? അവർക്ക് കാര്യമായിട്ടുള്ളൊരു സ്ട്രിക്റ്റ് ബഡ്ജറ്റ് ഒന്നും ഫോളോ ചെയ്യാനായിട്ട് ചെയ്യില്ല. അപ്പോൾ അവരുടെ എന്തായിരിക്കും? എപ്പോഴും അവരുടെ ഒരു ഗ്രാഫോ അവരുടെ ഒബ്സർവേഷനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അൺഈക്വൽ ആയിട്ടുള്ള വേരിയൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നോട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അൺഈക്വൽ ആയിട്ടായിരിക്കും കാണാമെന്നുള്ളത് മനസ്സിലായി. ഇനി ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്നും കൂടി ഒന്ന് നോക്കാം. ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്താണ്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹോമോസ്കെഡാസ്റ്റിസിറ്റിയിൽ വേരിയൻസ് എന്തായിരിക്കും? റെസിഡ്യൂവൽസ് ഹാവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ട് കാണപ്പെടുന്നതായിരിക്കും എന്ത്? ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് എടുത്ത് നോക്കി. ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ഹോമോസ്കെഡാസ്റ്റിസിറ്റിയുടെ എങ്ങനെയാണ്? വേരിയൻസ് ഒക്കെ എന്താണ്? ഒരേ ഈക്വൽ ആയിട്ടാണ് അല്ലേ? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് കോൺസിക്വൻസ് ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റിമേഷൻ കോഫിഷ്യൻ്റ് ആർ അൺബയാസ്ഡ്. സെക്കൻഡ്, OLS വിൽ ബി ഇൻഎഫിഷ്യൻറ്റ്. തേർഡ്, സ്റ്റാൻഡേർഡ് ഇറർ ആർ ബയാസ്ഡ് വെൻ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഈസ് പ്രസൻറ്റ്. അപ്പോൾ 3 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. എസ്റ്റിമേഷൻ കോഫിഷ്യൻ്റ് അൺബയാസ്ഡ് ആയിരിക്കും, OLS വിൽ ബി ഇൻഎഫിഷ്യൻറ്റ്, സ്റ്റാൻഡേർഡ് ഇറർ ആർ ബയാസ്ഡ്. ഈ 3 കാര്യങ്ങൾ അതിൻ്റെ കോൺസിക്വൻസിൽ ഓർത്ത് ഇരിക്കുക. ഇനി മെത്തേഡ് ടു ഡിറ്റക്ട് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എടുത്തു കഴിഞ്ഞാൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇൻഫോർമലും മറ്റേത് ഫോർമലും. ഇൻഫോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ചെക്കിംഗ് നേച്ചർ ഓഫ് ദ പ്രോബ്ലം, ഗ്രാഫിക്കൽ മെത്തേഡ്. ചെക്കിംഗ് നേച്ചർ ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കാലിറ്റിയിലെ കുറച്ച് സാമ്പിൾ എടുക്കുക. ഒരു ക്രോസ് സെക്ഷണൽ ഡാറ്റ എടുത്തിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അവിടുത്തെ ലോവർ ഇൻകവും മിഡിൽ ഇൻകവും ഹയർ ഇൻകവും ഗ്രൂപ്പിൻ്റെ ഫുഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് എന്ത്? ചെക്കിംഗ് നേച്ചർ ഓഫ് ദ പ്രോബ്ലം. ഇനി രണ്ടാമത്തതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. നമ്മൾ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെയും ഹോമോസ്കെഡാസ്റ്റിസിറ്റിയുടെയും ഗ്രാഫുകൾ കണ്ടു അല്ലേ? അത് ഗ്രാഫിക്കൽ മെത്തേഡും എന്താണ്? ഇൻഫോർമൽ ഡിറ്റക്ഷന് ഒരു ഉദാഹരണമായിട്ട് കാണാം. ഇനിയാണ് മെയിനായിട്ട് വരുന്നത് എന്ത്? ഫോർമൽ മെത്തേഡ്. ഫോർമൽ മെത്തേഡ് അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ ഒരു 6 ടൈപ്പ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പാർക്ക് ടെസ്റ്റ്, ഗ്ലേഷ്യർ ടെസ്റ്റ്, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ടെസ്റ്റ്, ഗോൾഡ് ഫെൽഡ് ടെസ്റ്റ്, ബ്രൂഷ് പാഗൻ ടെസ്റ്റ്, വൈറ്റ് ടെസ്റ്റ്. അപ്പോൾ 6 ടൈപ്പാണ് ഫോർമൽ മെത്തേഡിൽ വരുന്നത്.
ടൈപ്പ് 6 ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു ചെറിയ കോഡ് ഉണ്ടാക്കാം. അപ്പോൾ സ്പിയർമാൻ എടുക്കാം. സ്പിയർമാൻ പാർക്കിൽ പോയി. പാർക്കിൽ ചെന്നപ്പോൾ എന്താണ്, അവിടെ വൈറ്റ് ഗോൾഡ് കിട്ടി. വൈറ്റ് ഗോൾഡ്, അതായത് ഗോൾഡൊക്കെ ആർക്കായിരിക്കും, സ്ത്രീകൾക്കായിരിക്കും അല്ലേ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആർക്ക് കൊടുത്തു? ഗ്ലഷറിനും ബ്രൂഷ് പാഗനും കൊടുത്തു. അതായത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ടെസ്റ്റിലെ സ്പിയർമാൻ എടുത്തു. പാർക്ക് ടെസ്റ്റിനെ പാർക്കിൽ പോയി വൈറ്റ് ഗോൾഡ് കിട്ടി, വൈറ്റും ഗോൾഡ് ടെസ്റ്റും. പിന്നെ ആർക്ക് കൊടുത്തു? ഗ്ലഷറിനും കൊടുത്തു, ബ്രൂഷ് പാഗനും കൊടുത്തു. അപ്പോൾ ഈ ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റിയുടെ ഡിറ്റക്ഷൻ മെത്തേഡുകൾ ഓർത്തിരിക്കുക. ഇൻഫോർമലും ഫോർമലും. ഇൻഫോർമൽ 2 ഓർക്കുക. അതേപോലെ തന്നെ ഫോർമൽ മെത്തേഡിലെ ഈ 6 ഈ കോഡ് ഇട്ടൊന്ന് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.